നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട് ഇതുവരെ കാണാത്തത്രയും ഭീകരമായ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ കണ്ണീർ കാഴ്ചകളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. എത്ര പേരെയാണ് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നഷ്ടമായത്. ഉറ്റവരും പ്രിയപ്പെട്ടവരും പോയതിൻ്റെ വേദനയിൽ കഴിയുന്നവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെയാണ് നമ്മൾ നിൽക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവരുണ്ടാക്കിയെടുത്ത എല്ലാ സ്വത്തുക്കളും ഭീകരമായൊരു ഉരുളുപൊട്ടലിൽ ഒലിച്ചുപോയി നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താം. ഒപ്പം ആ ദുരിതം നടന്ന നിമിഷം മുതൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ മതവും രാഷ്ട്രീയവും ചില വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയുന്ന ചിലരെ നമ്മൾ കണ്ടു. അവരെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി നിർത്താം. അവരൊരിക്കലും മനുഷ്യരല്ല. മനുഷ്യൻ്റെ സങ്കടാവസ്ഥയും കണ്ണുനീരും കണ്ടിട്ട് കണ്ണു നിറഞ്ഞ ഒരു കാട്ടാനയുടെ കഥയും നമ്മൾ കേട്ടു. ഒറ്റപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാലാവുന്ന വിധത്തിലുള്ള ചെറുതും വലുതുമായ സംഭാവനകൾ നമുക്ക് ചെയ്യാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളാൽ വിധം കഴിയുന്ന തുക ഞങ്ങൾ സംഭാവന ചെയ്തപ്പോൾ ഞങ്ങളുടെ മകനും അവൻ കുറേ നാളായി സൂക്ഷിച്ചു വെച്ച 3000-ഓളം രൂപയും അവനും നൽകി. ഈ ദുരന്ത ഭൂമിയിൽ ജീവൻ നഷ്ടപ്പെട്ടവർ നമ്മുടെ മനസ്സിൽ രക്തസാക്ഷികളായിട്ട് ജീവിക്കണം. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിത്തല്ലാതെ മലയാളികളായി ഒറ്റക്കെട്ടായി ജീവിക്കാൻ ഇവർ നമ്മുടെ മനസ്സിൽ നിന്ന് രക്തസാക്ഷികളാകട്ടെ. സ്നേഹത്തോടെ, ജോബീഷ് കല്ലൂർ.